ഹലോ ഗായ്സ്, ബബിളിൻ്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് കൊണ്ടുവന്നേക്കുന്നത് ഗൈസ്? നമ്മൾ ആദ്യം തന്നെ ഞാൻ ഒരു സംഭവം അടിച്ചാൽ നമ്മുടെ ഗെയിമിൻ്റെ പരസ്യം കൊണ്ട് ഗൈസ്. ബെസ്റ്റ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഗൂഗിൾ പ്ലേ സ്റ്റോർ കണ്ടോ? എന്താ അല്ലേ നമ്മുടെ ഗെയിമിൻ്റെ പരസ്യമൊക്കെ ഗെയിമിൻ്റെ അകത്ത് കാണാമെന്ന് വെച്ചാൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഗൈസ്, നമ്മൾ ഇന്ന് ഒരു ബസ്സുമായിട്ടൊരു ട്രിപ്പുണ്ട്. അയ്യോ, മഴ വീണു. ഇന്ന് ബസ്സും എൻ്റെ ഫോർച്യൂണർ പോകുന്നു, കറുത്ത ഫോർച്യൂണർ. ഒരു ബസ്സുമായിട്ടൊരു ട്രിപ്പുണ്ട്. ട്രിപ്പ് ഏത് ബസ് എന്ന് പറഞ്ഞാൽ വഴിയെ പറഞ്ഞുതരാം. ആ ബസ് നിങ്ങൾക്ക് എല്ലായിടത്തും കാണാം. ആ ബസ് നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും. ഒരു വെള്ള കളർ കണ്ടോ? വെള്ള കളർ കാണാൻ പറ്റും. ഞാൻ അങ്ങോട്ട് തുമ്പി പോയാൽ നിങ്ങൾക്ക് ബസ്സിൻ്റെ ഇതും കാണാം. ഞാൻ ഇങ്ങോട്ട് തിരിച്ചാൽ ബസ്സും കാണാം. നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ പറയും. ബസ് ഏത് പേരാണെന്ന് ഞാൻ പറയത്തില്ല. നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാം. 3, 2, 1 സ്റ്റാർട്ട്. കണ്ടോ? ഇതാണ് ഗൈസ് ഇപ്പം നമ്മുടെ യൂട്യൂബിലൊക്കെ ട്രെൻഡായിട്ടിരിക്കുന്ന വയനാട് ബസ്. കണ്ടോ? വയനാട് ബസ് നമ്മൾ കൊണ്ടുവന്നേക്കാണ്. ഇതിൻ്റെ ബസ് ബോർഡൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഈ കേരളത്തിലുള്ള ഒരു യൂട്യൂബൊക്കെ ഉള്ള ഒരാളുടെ ബസ്സാണ്. പേര് മറന്നു. ഞാൻ പേരല്ലെങ്കിൽ പറഞ്ഞേനെ. അപ്പോൾ നമുക്ക് ഈ ബസ്സുമായിട്ടൊന്ന് ട്രിപ്പുണ്ട്. ആ ട്രിപ്പാണ് നമുക്കിന്ന് കാണാൻ പോകുന്നത്. ബാൾഫിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വണ്ടിക്കകത്ത് കയറാം. ആദ്യം തന്നെ ഞാൻ വണ്ടിയുടെ ഉള്ളിൽ കാണിക്കാം. വണ്ടിയുടെ പുറമെന്നൊക്കെ പറഞ്ഞാൽ അസലായിട്ട് കോപ്പി അടിച്ചിട്ടുണ്ട്. അസലായിട്ട് സെയിമായിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഡീറ്റെയിൽ. പിന്നെ നമ്മുടെ അകത്ത് വരുമ്പോൾ ആ കുരിശുമാല, പിന്നെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ബസ് ഇരിക്കുന്നത്. നമ്മുടെ ബസ് ടെർമിനൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമല്ലോ. നമുക്ക് ഇൻറ്റീരിയർ ഒന്നും കാണിക്കാറില്ലല്ലോ. അത് വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. മഴ പോയെന്ന് തോന്നുന്നു കേട്ടോ. നമുക്കെന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കെന്തായാലും പോകാം. വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ ഫിലിം ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ. അവരെ വണ്ടിയിലും ഫിലിം ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും ഗൈസ്. എനിക്കറിയത്തില്ല ഫിലിം ഒട്ടിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന്. നമുക്ക് പിന്നെ ഇങ്ങോട്ടാണ് പോകേണ്ടത്. നമുക്ക് ഈ വഴി പിടിച്ചാലോ? ഈ വഴി പോകാൻ പറ്റുമോ? നമുക്ക് കുറച്ച് ഫാസ്റ്റ് എടുക്കാം. അയ്യോ, ഇടിച്ച് 94 ഗൈസ്. ഇടിച്ച് 91. നമുക്കിവിടെ തന്നെ തിരിയാം ഗൈസ്. ഇവിടെ തന്നെ നമുക്ക് തിരിയാം. അല്ലെങ്കിൽ വണ്ടിക്ക് കുറച്ചുകൂടെ ചളക്കാൻ പറ്റും. ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമ്മൾ ജേണി യാത്ര ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു കൺഫ്യൂഷൻ പോലെ എനിക്ക്. അയ്യോ, എന്തോ എനിക്കറിയത്തില്ല. നമുക്കെന്തായാലും വണ്ടി വിടാം. ഈ വണ്ടികളൊക്കെ കയറി വരുന്നുണ്ട്. എനിക്ക് ഓവർടേക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വണ്ടി പോകുന്നുണ്ട്. അയാളെ പിടിച്ച് അവിടെ നിർത്തി. നമുക്ക് നേരെ തന്നെയാണ്. നമുക്ക് ചിക്കലിൻ്റെ ഇതൊന്നുമില്ല. നമ്മളത് പാലിക്കുന്നത്. നമുക്കിതൊരു ഷോർട്ട് കട്ട് എടുത്ത് പോകുന്നത് നല്ലത്. കേട്ടോ, നമ്മളിവിടെ എത്തും. നേരെ പോയാലും ഇവിടെ എത്തും. ഇങ്ങനെ പോയാലും നമ്മളെത്തും. അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ. നമ്മൾ ഈ വഴി പോയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അറിയാം ഈ വഴി എന്താണെന്നുള്ളത്. നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോയിൽ നമ്മുടെ ഫോർച്യൂണർ നമ്മൾ പഴയ ഫോർച്യൂണർ നമ്മൾ GR സ്പോർട്സിലോട്ടാക്കുന്നത്. ആ ഫോർച്യൂണറിൽ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്ത ഓണറിൻ്റെ വീടാണ് ഗൈസ്. നമ്മൾ ഈ പോകുന്ന വഴിക്കാണ് ഗൈസ് ആ ഓണറുടെ വീട് ഈ പോകുന്ന വഴിക്കാണ്. നമ്മുടെ വണ്ടിക്ക് അത് ചളക്കാൻ പറ്റുമോ? പക്ഷെ ഒന്നും അറിയുന്നില്ല ഗൈസ്. ഇടിച്ചാലൊന്നും അറിയുന്നില്ല. ചിലപ്പോൾ മെക്കാനിക്കലുമായിട്ട് എന്തെങ്കിലും ചളങ്ങിയതായിരിക്കും. അത് പിന്നെ മെക്കാനിക്കാണെങ്കിൽ ഇങ്ങനത്തിരിക്കുന്ന ആൾക്കാർ ഇറങ്ങി ഓടുമെന്നാണ് എനിക്കൊരു പേടി. അയ്യോ, ഇടിച്ചില്ല.
ഓ ഇടിച്ചില്ല, ഇടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല ഇടിച്ചില്ല. യോ ബസ് ഇതെന്നാടേ ഇത്, ബസ്സൊക്കെ ഇങ്ങനെ വരുന്നേ, എനിക്ക് നോക്കിക്കാൻ പോലും പറ്റുന്നില്ല. യോ എൻ്റെ മാമൻ്റെ വീട്. എൻ്റെ മാമൻ്റെ വീട് ഗൈസ്. പക്ഷെ ആ വണ്ടി അവിടെ നിന്നിരുന്നെങ്കിൽ നമുക്ക് കൊള്ളായിരുന്നു. നമ്മുടെ ഫോർച്യൂണർ വേണ്ട കേസ് നമ്മളെ പണിതിട്ട് എടുത്തത് ഈ സ്ഥലമായിരുന്നു. കണ്ടോ, ഫോർച്യൂണർ നമ്മൾ പണിതിട്ട് എടുത്തത് ഈ സ്ഥലമായിരുന്നു. എന്നിട്ട് ആ ഓണറുടെ വീടെന്ന് പറഞ്ഞാൽ ഇവിടെ. നമ്മൾ ഇനി തൊട്ട് എന്തെങ്കിലും വണ്ടി നമ്മൾ പണി ചെയ്യുകയാണെങ്കിൽ ഇവിടെ കൊണ്ടു കൊടുക്കത്തില്ല കേട്ടോ. നമ്മളെ മറ്റേ മേശയിലാണെങ്കിൽ ഭയങ്കര വില എടുക്കായിരുന്നു, വിലയെടുപ്പായിരുന്നു. ഇത് നമ്മളിവിടെ കൊടുത്താൽ നമുക്ക് ഇവിടെ ഒന്നും പറ്റത്തില്ല. നമ്മുടെ വണ്ടിക്കൊന്നും പറ്റിയില്ല. എന്തോ ഇടിയൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനും നമുക്ക് ഈ വണ്ടിക്കകത്തുള്ള ആൾക്കാർക്കുണ്ടല്ലോ ഗൈസ്, നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി നിർത്തണം. ഇവർ കഴിച്ചിട്ടില്ല. നമ്മളിപ്പോൾ രാവിലെ ആണല്ലോ ഇറങ്ങുന്നത്. രാവിലെ ഒരു മഴ പെയ്തിട്ട് നമ്മളിപ്പം ഇറങ്ങുകയാണല്ലോ. മഴ കഴിഞ്ഞിട്ട് വണ്ടിയുടെ സൈഡ് മിററൊക്കെ കാണാം, പക്ഷെ എനിക്ക് ശരിക്കും കാണുന്നില്ല. ഈ ബസ് സിമുലേറ്റർ ഒരു അപ്ഡേറ്റ് കൊണ്ട് ഇവിടെ ഒരു കടയുണ്ട്. ഇവിടെ അർത്ഥം വണ്ടിയില്ലല്ലോ അല്ലേ. ഇത്രയും പൊക്കമുണ്ടോ ഇവിടെ? അപ്പോൾ ഇത്രയും പൊക്കമുണ്ട്. ഓക്കെ കയറാൻ നോക്കണം. ഓക്കെ കയറത്തില്ലേ? കയറത്തില്ല. നമ്മൾ പരീക്ഷിക്കണ്ട. കയറത്തില്ല. അപ്പോൾ നമുക്ക് വേറെ കടയിൽ നിർത്താം. ഇത് ഇടക്കൊണ്ട് നിർത്തിയിട്ട് നമുക്കിനി ലാസ്റ്റിൽ പണി കിട്ടും. ചിലപ്പോൾ ഇറക്കാൻ പോലും പറ്റത്തില്ല. നമുക്ക് അങ്ങോട്ടെല്ലാം കട കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഈ തട്ടുകടയൊക്കെ ഒന്ന് കഴിക്കണം. ഇവരെല്ലാം ഹൈ ക്ലാസ്. നമുക്കൊക്കെ ആയിരുന്നു തട്ടുകട കഴിക്കായിരുന്നു. ഇവർക്കൊക്കെ നല്ലൊരു ഹോട്ടലാണ് കഴിക്കാൻ. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ കൂടി ചറപ്പറ കിട്ടുന്ന ഓട്ടിക്കാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ വണ്ടി. അന്ന് അതിൻ്റെ ആകണ്ട എനിക്കൊരു ഇഷ്ടം. യോ ബസ്സിനറിയാതെ ഞാൻ ഓവർടേക്ക് അടുത്ത വണ്ടി. ക്രിസ്റ്റൊക്കെ ഇവിടെ ഓടിയിരുന്നു. ഇടിച്ച് തീർന്നു. നമ്മളിങ്ങനെ പോയാൽ ശരിയാവത്തില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും കഴിക്കാൻ തന്നെ. എനിക്കാണെങ്കിൽ കത്തി വിഷമിട്ട് വണ്ടി ഓട്ടിക്കാൻ വണ്ടിയില്ലേ. നമുക്കിങ്ങനെ നമ്മളിങ്ങോട്ട് പിടിച്ചിട്ടുണ്ട്. വീണ്ടും പോകാം. ഇപ്പം നമ്മൾ അടുത്ത മാപ്പിൽ കയറുക. നമ്മൾ കണ്ടില്ല. അടുത്ത മാപ്പിൽ നമ്മൾ കയറും. അടുത്ത മാപ്പിൽ ഓക്കെ കയറട്ടെ. പിന്നെ ഉണ്ട് ഗൈസ്, ഞാനിപ്പം എൻ്റെ ഫോൺ മാറിയുണ്ട്. എനിക്ക് ഫേസ് ടു ഫേസ് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിൽ എനിക്ക് വളരെ നന്ദി. ഇപ്പം നമ്മൾ 50 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. എനിക്കിനി 100 അടിക്കണം. നമുക്കിനി എന്നോട് ഒന്ന് പറ്റി. എന്നിട്ടൊന്നൊരു വഴിയൊക്കെ ഇട്ടിരിക്കുന്നു. ഹോട്ടലാണോ? ഹോട്ടലടാ, കിടിലോ ഹോട്ടൽ.
എന്താ ഹോട്ടല് വണ്ടി ചരിഞ്ഞു പോയോ? എന്താ ഹോട്ടല് ഇവിടെ കയറുന്നത്? ഇത്തിരി വൃത്തി ഇങ്ങനെയാണ് വേണം പറഞ്ഞ നമ്മൾ വണ്ടി ഇവിടെ നിർത്താൻ മറന്നുപോയി. നമ്മൾ വണ്ടി ഇവിടെ നിർത്തല്ലേ, കണ്ണെച്ചല്ലേ. നമ്മുടെ ബസ്സിനകത്ത് കുറേ വയ്യാത്ത മനുഷ്യന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ബസ് അങ്ങോട്ട് തന്നെ പോകണം. ഓക്കെ അയ്യോ പോട്ടെ വണ്ടി കണ്ടിരിക്കാം. അയ്യോ വണ്ടി ചരിയുന്നുണ്ടോ? വണ്ടി ചരിഞ്ഞു ഗൈസ്. ക്രൂസ് മോഡ് കിടക്കായിരുന്നു. ഇടിച്ചൊരു പരിവായിട്ടുണ്ട് ഗൈസ്. എന്തോ ആയിക്കോട്ടെ ഗൈസ്, എത്ര നോക്കിയിട്ട് പറ്റുന്നില്ല. നമുക്കിന്ന വണ്ടി ഇവിടെ കൊണ്ടിടാം. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. അത് നമ്മൾ വണ്ടിയുടെ ചളുക്കം കണ്ടു തുടങ്ങി ഗൈസ്. ചളുക്കമൊക്കെ കണ്ടു തുടങ്ങി. പക്ഷെ ഫ്രണ്ടിന് മാത്രം നമുക്കൊന്നും പറ്റിയില്ല. അപ്പോൾ നമുക്കെന്നാൽ നേരെ ഒന്ന് കഴിച്ചിട്ട് വരാം കേട്ടോ. ഞാനും കഴിക്കട്ടെ, എനിക്ക് വിശക്കുന്നു. ഓക്കെ, പോയിട്ട് വരാമേ ഗൈസ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പം ഞാനിവിടെ വണ്ടി ചേർത്ത് ചെന്നതാണ് ഗൈസ്. നമ്മൾ രണ്ടിടത്താണ് ഇരുന്നത്. അപ്പം വയ്യാത്ത അമ്മമാരൊക്കെ അവിടെയാണ് ഇരുന്നത്. അപ്പം നമ്മൾ അവരെ എടുക്കാനായിട്ട് നമ്മൾ വണ്ടി ഇങ്ങോട്ട് തിരിച്ചെടുത്തിട്ട് നമ്മൾ കയറ്റി റിവേഴ്സ് എടുത്ത് നമ്മൾ വണ്ടി തിരിയാനാ പാട്. തിരിയായിരിക്കും, ബുദ്ധിമുട്ടില്ല. തിരിയും. അതിനിടയ്ക്ക് ഇടിച്ചല്ലാതെ നമ്മുടെ വണ്ടി പോകത്തില്ല. ശരി. നമ്മൾ കിടില ഫുഡായിരുന്നു. കിടില ഫുഡായിരുന്നു. നമ്മൾ അങ്ങനെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഇനി ജേണി എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് ദൂരം പോകണം. പോട്ടെ. അയ്യോ, നമ്മൾ വഴി തെറ്റിയോന്നുണ്ടോ? വണ്ടി ബാക്കൊന്നും വണ്ടിയിൽ ഇവിടെയാണെങ്കിൽ നമ്മുടെ സ്റ്റേ അടിക്കുന്ന സ്ഥലം ഇതാണ്. കുറച്ച് അകത്ത് പോകണം.
ഇത് ഷോർട്ട് കട്ട്. അയ്യോ ഇത് ഷോർട്ട് കട്ടായിരുന്നു. ഷോ ഗൈസ് ചേട്ടൻ ഇവിടെ അല്ലേ ചമ്പീതും പോരായിട്ട് ഞാൻ ഇവിടെ ചമ്മീന്ന് തന്നെ പറഞ്ഞു ഗൈസ്. എന്താ എൻ്റെ ഇതാ അങ്ങനെ കിട്ടി ഗൈസ്. കിട്ടി നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം ഇതുപോലൊരു വീടാണ് ഗൈസ്. കയറത്തില്ലേ ബസ് കയറത്തില്ലേ? അതുപോലെ ബസ്സിനെന്തായാലും കൊമ്പിടിക്കും കയറാതിരിക്കും. കേട്ട ബസ് കയറുന്നില്ല. ഈ അമ്മച്ചിമാരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വണ്ടി ഇച്ചിരി ഡിലേ എടുക്കും. ഡിലേയാണ് വണ്ടിയൊക്കെ ഇറങ്ങാൻ അവർക്ക് ഡിലേ. അപ്പം ഡിലേ വരാതിരിക്കാനാണ് നമ്മൾ മെയിനായിട്ട് എന്താ പറയുക മഴ മാറി മെയിനായിട്ട് നമ്മൾ കുത്തായിട്ടുള്ള അപ്പം നമ്മൾ ഇതാക്കുന്നത്. അപ്പം നമ്മൾ വണ്ടി എവിടെ നമ്മളപ്പോൾ ശരിക്കുമ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അവിടെ ചെളിയായി ചെളി അങ്ങനെ നമ്മൾ ചെളി. ഞാനല്ലാതെ ഞാൻ വയനാട് ബസ്സിനെ ഇടിച്ചിട്ടൊന്നുമില്ല. ഞാൻ നല്ല കുട്ടിയാണ്, ഇടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ കിട്ടില്ല കിട്ടി എന്തോ ഒരു സംഭവം. നമുക്ക് വണ്ടി ഇങ്ങോട്ടും ഇടാം. ഞാനതല്ല ആലോചിക്കുന്നത്, ഇത്ര പേരുടെ ബസ്സിൽ എന്നെ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചാൽ ആകെപ്പാടെ 2-3 പേരേ ഉള്ളൂ. എന്നെ വിളിച്ചിട്ട് ഞാൻ ഈ വണ്ടിയും കൊണ്ട് വന്നു. ശരിക്കും പറഞ്ഞു സത്യമായിട്ടും കേസ് ഞാൻ വണ്ടി കൊണ്ട് വണ്ടി പോകുന്ന പോലില്ല. വണ്ടിയിൽ ബാക്ക് പോകത്തില്ല. പോട്ടെ. അയ്യോ ചേട്ടാ വണ്ടി എടുക്കാൻ പോലും പറ്റുന്നില്ല. എന്നിട്ട് വിളിപ്പോന്നു. വരുന്നു ഞാൻ സിക്ക് വിളിക്കണം ഗൈസ്. സിക്ക് എൻ്റെ ദൈവമേ വണ്ടി ഓടിക്കും ഗൈസ്. നമുക്കൊന്ന് ഒരു വട്ടം കൂടെ ട്രൈ ചെയ്യാം. അമ്മയ്ക്ക് വരെ പേടിക്കണ്ട കേട്ടോ, നിങ്ങളെ ഞാൻ എങ്ങനെയും ഉണ്ടാക്കും. ഓക്കെ 3 രൂപ കണ്ടുപിടിച്ച് ഇവിടെ ഇടിച്ച്. ഇതാണ് കുഴപ്പം. എൻ്റെ ദൈവമേ വണ്ടി എടുക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വണ്ടി എടുത്തിട്ട് കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ.